ഹലോ നമസ്കാരം. ഞാൻ ശാന്തകുമാരിയാണ്. ഞാൻ ഒരു വീഡിയോ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടി അവളിനെ ബലാത്സംഗം ചെയ്തവനെ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളടക്കം. ബലാത്സംഗം ചെയ്തത് ഭരണകൂടത്തെയല്ല, എന്നെയാണ്. അയാൾക്ക് മാപ്പ് കൊടുക്കാൻ കോടതിക്കും ജഡ്ജിക്കും എന്തധികാരം എന്നാണ് അതിൻ്റെ ഉള്ളടക്കം. ആ കുട്ടി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിന് എൻ്റെ മനസ്സിലുള്ളൊരു ഉത്തരം തീർച്ചയായിട്ടും അത് ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ എത്രയോ ചെറിയ ചെറിയ കുട്ടികളെ വരെ പീഡിപ്പിക്കുന്നു, കൊല്ലുന്നു. എന്നിട്ട് അവരെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കുമ്പോൾ അവർക്ക് തുച്ഛമായ ശിക്ഷ കൊടുത്ത് അവരെ ജാമ്യത്തിൽ വിടുന്നു. ഇപ്പോൾ ഭരിക്കുന്ന ഭരണത്തിൻ്റെ ആൾക്കാരാണെങ്കിൽ അവർക്ക് മാനസികമാണെന്നും പറഞ്ഞ് അവരിനെയും വെറുതെ വിടുന്നു. അപ്പോൾ ആ കുട്ടി, ആ ഒരു ബലാത്സംഗം ചെയ്ത അനുഭവിച്ച ആ കുട്ടി ഇങ്ങനെ ഒരു പ്രതികാരം ചെയ്യണമെങ്കിൽ ആ കുട്ടി എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ഒരു സ്ത്രീയുടെ അനുവാദത്തോടുകൂടി ഒരു സ്ത്രീയെ തൊടുന്നുണ്ടെങ്കിൽ അത് ലൗകികമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളാണ്. പക്ഷേ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊടുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശരിയായ ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടല്ലേ സ്വന്തമായ തീരുമാനം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്നത്. അവളെ ശിക്ഷിച്ചെങ്കിൽ അവൾക്കതിൽ സന്തോഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തീർച്ചയായിട്ടും തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ശരീരത്തിൽ തൊടുന്നവനെ കൊല്ലണം തന്നെയാണ് എൻ്റെയും തീരുമാനം. കാരണം നിയമത്തിനും കോടതിക്കും കോർട്ടിനും ഒന്നിനും കൊടുത്തിട്ട് അവർക്ക് ശിക്ഷ കിട്ടുന്നില്ല. അവർ പാർട്ടിൻ്റെ പേരും പറഞ്ഞ് പൈസൻ്റെ ബലം കൊണ്ട് അവർ നിസ്സാരമായി ഇറങ്ങി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ കുട്ടി വെടിവെച്ച് കൊന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ഞാൻ ഒരു ബിഗ് സല്യൂട്ട് അടിക്കുന്നു. കാരണം ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ തക്കതായ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഇനിയെങ്കിലും നമ്മുടെ ഇന്ത്യ ഒന്ന് നന്നാവട്ടെ എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഇനി സ്വന്തം ജനങ്ങൾ പ്രതികരിക്കുക, അതിന് പ്രതികാരം ചെയ്യാൻ ഈ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു നിസാരം ഒരു 12 വയസ്സായ പെൺകുട്ടിനെ 32 പേര് പീഡിപ്പിച്ചിട്ട് ആ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അതിൽ എത്ര പേരെ നിയമം കൊന്നു? അല്ലെങ്കിൽ പോലീസ് നിയമം എന്ത് ചെയ്തു? ഇതുപോലെ എത്ര 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 കുഞ്ഞുങ്ങളെ, എത്ര വയോധികരെ, എത്ര ചെറുപ്പക്കാരായ പെൺകുട്ടികളെ. ഈ നിയമം എപ്പോഴതമ്പതിച്ചു പോയോ അന്ന് ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു. കാരണം പെണ്ണുങ്ങളുടെ മാനത്തിന് ഈ ഇന്ത്യയിൽ ഒരു വിലയുമില്ല. അവരിനെ വെറുതെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് മാത്രമാണ് ഈ ഇന്ത്യയിലെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലുമുണ്ട്. ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ്റെ നിയമവ്യവസ്ഥയെ മാറ്റാത്തോടത്തോളം കാലം ഇതിനൊന്നും ഒരു അറുതിയും വരില്ല. അപ്പോൾ സ്വന്തമായി ജയിലിൽ കിടന്നാലും വേണ്ടില്ല, അഭിമാനത്തോടുകൂടി ജയിലിൽ കിടക്കുക എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി വെടിവെച്ച് കൊന്നത്. അങ്ങനെയുള്ളവരെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു. നമ്മുടെ മാനത്തിനുള്ള വില സ്വന്തമായി കാണുന്നതിന്. ഏതായാലും കോടതിക്കും നിയമത്തിനും കോർട്ടിനൊന്നും ചെയ്യാൻ കഴിയില്ല. വെറും ചുവപ്പ് നാടകളിൽ കെട്ടിവെച്ച ഫയലുകൾ മാത്രമാണ്. കോടതിയിലധികം തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചാണ് നിയമം അവരെ ശിക്ഷിക്കുന്നത്. ഒരാളിനെങ്കിലും ഇന്ത്യയിൽ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയി ഈ നിയമം തൂക്കിക്കൊല്ലുകയാണെങ്കിൽ
ഇനി ഒരിക്കലും നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയൊരു ഇത് നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും പ്രതികരിക്കണം. ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് എഴുതി അറിയിക്കണം. എനിക്ക് ഈ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ അറിയാത്തത് കൊണ്ടാണ് ഞാനിന്നിപ്പോൾ ആ വീഡിയോ ഫേസ്ബുക്കിലിട്ടിട്ട് അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഗുഡ് മോർണിംഗ്.